പല പ്രാവശ്യവും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ വീണ്ടും അതേ വിഷയം സംശയമായിട്ട് ചോദിക്കുന്നത് കൊണ്ടാണ് ഒരിക്കൽ കൂടെ ആ വിഷയം പറയുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് അവിടെ കാണാൻ പറ്റും. 12ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ കണ്ടതിന് ശേഷം 30 വയസ്സ് വരെ യേശു എവിടെയായിരുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു ഉത്തരം ഈ വാക്യത്തിൽ നിങ്ങൾക്ക് കാണാം. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? യേശു കർത്താവ് തച്ചനായിരുന്നു, അല്ലെങ്കിൽ ആശാരിപ്പണി ചെയ്തിരുന്നു എന്നതിന്റെ ഒരു തെളിവാണ്. 12ാമത്തെ വയസ്സിൽ നേരെ ഇന്ത്യക്ക് പോന്നാല് അവിടെ ഒരു ആശാരിപ്പണി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ മരപ്പണി പഠിച്ച് അവിടുത്തെ പ്രമുഖരായി അറിയപ്പെട്ടിരുന്ന 4 മരപ്പണിക്കാരുണ്ട്. യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനായ തച്ചൻ. അപ്പൊ ആ സഹോദരന്മാർ, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? ഇങ്ങനെ ഒരു വാക്യം അവിടെ വന്നതിന്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കുക. അതെങ്ങനെയായിരിക്കും അവിടെ വന്നത്? ഇവൻ മറിയയുടെ മകനാണ്, സൺ ഓഫ് മേരി. എന്ന് പറഞ്ഞാൽ പോയത്. ഇപ്പൊ മറിയത്തിന്റെ മക്കളാണ് യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എങ്കിൽ അതവിടെ എടുത്ത് പരാമർശിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു സാമാന്യ ബുദ്ധി ഉപയോഗിക്കുക. ഇവൻ മറിയയുടെ മകനല്ലയോ? പിന്നെ യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, they were so famous. യേശുവിനേക്കാൾ ആ സമയത്ത് പോപ്പുലറാണ്. അതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ അവരോടൊന്നിച്ച് മരപ്പണി ചെയ്തിരുന്ന മറിയത്തിന്റെ മകനായ യേശു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ വാക്യത്തെയാണ് ഈ പരിശുദ്ധ അമ്മയ്ക്ക് മറ്റു മക്കളുണ്ടായിരുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിക്കും. ഈ വാക്യമാണ് എടുത്ത് സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിനാണ് ഞാൻ ആ വാക്യം എടുത്തത്. ഇത് ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും നമുക്ക് ഇതേപോലെയുള്ള സമാന വാക്യങ്ങൾ കാണാൻ പറ്റും. ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ് ഈ 3 സുവിശേഷങ്ങളെ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പെൽസ്. ഈ സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള സുവിശേഷങ്ങൾ എന്നാണ്. ഒരേ പാറ്റേണിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ യേശുവിന്റെ സഹോദരന്മാരെ കുറിച്ചുള്ള പരാമർശം ഈ 3 സുവിശേഷത്തിലും കാണാൻ പറ്റും. കുറെ കൂടെ വ്യത്യസ്തമായ ഒരു മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ അല്പം കൂടെ വ്യത്യാസമുണ്ട്. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? അപ്പൊ ഈ 4 പേര് ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇനി അവിടെ ശ്രദ്ധിക്കുക.
ഇവൻ തച്ചന്റെ മകനല്ലയോ? പിന്നെ മുമ്പേ മർക്കോസിൽ വായിച്ചപ്പം തച്ചന്റെ മകനല്ല, മറിയയുടെ മകൾ എന്നാണ്. ഇപ്പൊ എടുത്തു പറയാണ് ഇവൻ തച്ചന്റെ മകനല്ലയോ. അവിടെ അടുത്ത് ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ? അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഈ വാക്യം നിങ്ങളിങ്ങനെ മനസ്സിൽ കരുതുക. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? അത്രയും പോരെ? സംഗതി ക്ലിയർ അല്ലേ? അതായത് ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരല്ലയോ? അതായത് ഇവൻ തച്ചന്റെ മകനാണ്, ഇവന്റെ 4 സഹോദരന്മാരിൻ്റെവരാണ്. അന്നത്തെ കാലത്ത് ഈ അമ്മയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എടുത്തു പറയാണ് ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? അപ്പൊ മറ്റു 4 പേരുടെ അമ്മ ആരല്ല? മറിയ അല്ല. അതുകൊണ്ട് അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. അത് ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? അത് അവന്റെ മാത്രം അമ്മയാണ്, മറ്റുള്ളവരുടെ അമ്മയല്ല. അതുകൊണ്ടാണ് ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ എന്നെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സഹോദരന്മാർ, യേശുവിന്റെ സഹോദരന്മാർ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ യേശുവിന്റെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് അത് മറിയത്തിന്റെ മക്കളല്ല എന്ന് അവിടെ വളരെ വ്യക്തമാണ്. നമ്മൾ അങ്ങനെയാണ് വായിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഈ സഹോദരന്മാർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ അങ്ങ് ഊഹിക്കുക അത് മറിയത്തിന്റെ മറ്റു മക്കളാണ്. അഡൽഫോസ് എന്ന ഗ്രീക്ക് വാക്കാണ്. അഡൽഫോസ് അത് വിശാലമായ ഒരു വാക്കാണ്, വിശാലമായ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണ്. അഡൽഫോസ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ബ്ലഡ് റിലേഷനുള്ള അല്ലെങ്കിൽ ഓൺ ബ്രദർ ആയിരിക്കണം നിർബന്ധമില്ല. കസിൻ ബ്രദേഴ്സിനും ആ വാക്ക് ഉപയോഗിക്കും. അപ്പൊ അതൊരു എബ്രായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ്. ഈ എബ്രായ ഭാഷയിൽ വാക്കുകൾ വളരെ എണ്ണം കുറവാണ്. ഈ പ്രത്യേകിച്ച് ബൈബിള്, പഴയ എബ്രായ ബൈബിളിൽ 10,000-ൽ താഴെ വാക്കുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. 8,000 ഉള്ളെന്നും ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പൊ 10,000-ൽ താഴെ വാക്കുകൾ മാത്രം. അപ്പൊ അത്രയും പദദാരിദ്ര്യമുള്ള ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ബ്രദർ എന്ന വാക്കിന്, കസിൻ ബ്രദർ എന്ന വാക്കിനൊന്നും വേറെ പദങ്ങളില്ല. അപ്പൊ ബ്രദർ എന്നതിന് ഉപയോഗിക്കുന്ന ആ പദം തന്നെയാണ് കസിൻ ബ്രദറിന് ഉപയോഗിക്കുന്നത്. അപ്പൊ വളരെ വിശാലമായ ഈ കുടുംബ ബന്ധങ്ങൾ, വിശാലമായ കുടുംബ ബന്ധങ്ങൾ പോലും വളരെ അടുപ്പത്തിൽ വരുന്ന ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് സെമിറ്റിക് ലൈഫ്. ഇപ്പൊ അറബികളുടെ ഇടയിലും ഒക്കെ നമുക്ക് അങ്ങനെ കാണാം. അവരുടെ ആ ഇഴയെടുപ്പ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഒരു പഴയ നിയമത്തിൽ ഒരു വാക്യം വായിക്കാം. അത് ഏതാണ്? നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ ലോത്തിനോട് അബ്രഹാം പറയുകയാണ്. ലോത്തിനോട് അബ്രഹാം പറയുന്ന ഒരു വാക്യമാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം, നീ വലത്തോട്ടാണ് ഞാൻ ഇടത്തോട്ട് പോകാം. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, നാം സഹോദരന്മാരല്ലോ. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം അബ്രഹാമിന്റെ ഓൺ ബ്രദർ അല്ല ലോത്ത്. അബ്രഹാമിന്റെ ഓൺ ബ്രദർ അല്ല. നമ്മുടെ ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ
അമ്മാവനാണ്, അങ്കിളാണ്, ലോത്തിന്റെ അങ്കിളായിട്ട് വേണം നമ്മൾ അബ്രഹാമിനെ അവതരിപ്പിക്കാൻ. അപ്പം സഹോദരൻ എന്ന വാക്കിന് വളരെ വിശാലമായ ഒരു അർത്ഥമാണുള്ളത്, വളരെ വിശാലമായ. കന്യകാമറിയത്തിന് മറ്റു മക്കളുണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട വളരെ മോശമായ ഒരു ആഗ്രഹം, വളരെ ഹീനമായ ഒരു ചിന്ത പെന്തക്കോസ്തുകാരെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് എടുത്തു ചാടുന്നത്. പെട്ടെന്നാണ് കൺക്ലൂഷൻ. കന്യകാമറിയത്തിന് മറ്റെത്ര മക്കളുണ്ട്? 4 സഹോദരന്മാർ. പിന്നെ സഹോദരന്മാർ എണ്ണിയാൽ ഒടുങ്ങാതെ അങ്ങനെ ഒരുപാട് മക്കൾ പിന്നെ ഉണ്ടായി, ജീവിച്ചിരുന്ന് ധാരാളം മക്കളെ പ്രസവിച്ചു എന്നാണ് പെന്തക്കോസ്തുകാർ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഈ പെന്തക്കോസ്തുകാർ കാണാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്? അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ നമുക്ക് വേറെ സഹോദരന്മാരെ കണ്ടുപിടിക്കാം. മറ്റൊരു വാക്യം ഞാൻ വായിക്കാം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനമാണ്. 1 കൊരിന്ത്യർ 15-6 വാക്യം. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. യേശുവിന്റെ സഹോദരന്മാരാണ്. അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്കപേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. മനസ്സിലായോ? 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അപ്പൊ യേശുവിന് എത്ര സഹോദരന്മാരുണ്ട്? 500 അല്ല, 500-ലധികം സഹോദരന്മാരുണ്ട്. അപ്പൊ പരിശുദ്ധ കന്യകാമറിയത്തെ പറ്റി പെന്തക്കോസ്തുകാർ പറയുന്ന ആരോപണങ്ങൾ ശരിവെക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 4-ലും 7-ലും ഒന്നും നിർത്തരുത്. 500-ലധികം മക്കളുണ്ടായിരുന്നു. ഈ ആക്ഷരികമായിട്ട് ബൈബിൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് വരുന്ന കുഴപ്പമാണ്. 500-ലധികം സഹോദരന്മാർ വളരെ വ്യക്തമായിട്ടാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ എത്ര വേഗതയാണെന്നറിയാമോ ഇവർക്ക് നിഗമനങ്ങളിലേക്ക് എത്താൻ? നമുക്കറിയാം 12-ാമത്തെ വയസ്സിൽ യേശുവുമൊത്ത് ദൈവാലയത്തിലേക്ക് പോകുന്ന യൗസേപ്പ് പിതാവിനെയും പരിശുദ്ധ അമ്മയും നമുക്ക് കാണാം. ആ കൂടെ അവരുടെ കൂടെ യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് യേശുവിന് 12 വയസ്സാകുന്നത് വരെ എങ്കിലും മറിയത്തിന് മറ്റു മക്കൾ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പാണ്. അവിടെ യങ്ങർ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകും ഈ പെരുന്നാളിന് പോകുമ്പോൾ. ഒരു യങ്ങർ സിബ്ലിങ്സും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പെന്തക്കോസ്തുകാർ എത്ര വൃത്തികെട്ടവന്മാരാണ്, എത്ര ഹീനമായ കാര്യങ്ങളാണ്. ഇത്രയും ഒരു വെയ്ഗ് ഐഡിയയിൽ നിന്ന്, അതായത് അവിടെ സഹോദരന്മാരുണ്ടായിരുന്നു എന്നൊരു വാക്ക് കാണുമ്പോഴേ പരിശുദ്ധ അമ്മയ്ക്ക് മറ്റു മക്കളുണ്ടായിരുന്നു. അപ്പം യഹൂദ പശ്ചാത്തലത്തിൽ, യഹൂദ സംസ്കാരത്തിൽ സഹോദരന്മാരുണ്ടാകാൻ ഓൺ ബ്ലഡ് ബ്രദർ ആകണമെന്നില്ല. അത് നമ്മൾ തെളിവുകൾ വായിച്ചു. എവിടെ നിന്നാണ് നമ്മൾ വായിച്ചത്? നമ്മള് പഴയ നിയമത്തിൽ നിന്ന് വായിച്ചു. അബ്രഹാമും ലോത്തും സഹോദരന്മാരായിരുന്നു എന്ന് വാക്യമുണ്ട്. ഇനി നമുക്ക് വളരെ പരിചയമുള്ള നമ്മുടെ ഒരു മെയിൻ ആർഗ്യുമെന്റ് ഉണ്ട്. കുരിശിന്റെ ചുവട്ടിലേക്ക് പോകുമ്പോൾ കുരിശിന്റെ ചുവട്ടിൽ കാണുന്ന എന്താണ്? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. അവിടെ 4 സ്ത്രീകളാ. 3 പേരുടെ പേര് മറിയ എന്നാണ്. മേരി എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ മറിയം എന്ന പേര്,
അക്കാലത്ത് വളരെ പോപ്പുലറായിരുന്നു, വളരെ പോപ്പുലർ. അതുകൊണ്ട് കുരിശിന്റെ ചുവട്ടിലുള്ള ചെറിയ ഒരു ഓഡിയൻസ് ആണ്. ആ ഓഡിയൻസിനകത്ത് തന്നെ 3 മറിയം നിൽക്കും. യേശുവിന്റെ അമ്മ മറിയമുണ്ട്, ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയമുണ്ട്, മഗ്ദലക്കാരത്തി മറിയമുണ്ട്. ഇങ്ങനെയുള്ളപ്പോഴാണ് ഈ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഇങ്ങനെ പല ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അടുത്തായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താണ്? യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനെ നിൽക്കുന്ന കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. സ്ത്രീയെ ഇതാ നിന്റെ മകൻ. ആരാണ്? യോഹന്നാൻ. ഈ വാക്യം വായിച്ചിട്ട് കന്യകാമറിയത്തിന്റെ മകനായിരുന്നു യോഹന്നാൻ എന്ന് വേണേ വാദിക്കാം. കാരണം യേശു കർത്താവ് നുണ പറയുമോ? ഇത് റിലേഷൻഷിപ്പിനെ പറ്റി അറിയാൻ പാടില്ലാത്ത പെന്തക്കോസ്തുകാർ ബന്ധങ്ങളെ കുറിച്ച്, അതിന്റെ മൂല്യങ്ങളെ കുറിച്ച്, അതിന്റെ വിശാലതകളെ കുറിച്ച് ഒന്നും അറിയത്തില്ല. കുരിശിന്റെ ചവിട്ടി വെച്ച് പരിശുദ്ധ കന്യകാമറിയത്തോട് യേശു കർത്താവ് പറയാണ്, ഇത് നിന്റെ മകനാണ്. പിന്നെ ആ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. അതായത് യേശു കർത്താവ് പറയാണ്, ഇതാ നിന്റെ അമ്മ. അവിടെ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ആയി. അപ്പൊ യോഹന്നാൻ അവിടെ താഴെ ചോദിക്കുന്നില്ല, ഇതെങ്ങനെ എന്റെ അമ്മയാവുന്നു, ഇതെങ്ങനെ എന്റെ മകനാവുന്നെന്ന് അമ്മ ചോദിക്കുന്നില്ല. അപ്പൊ അമ്മയും മകനും ആ ഒരു ബന്ധം അവിടെ രൂപപ്പെടുകയാണ്. അതുപോലെ സഹോദരന്മാർ, ഇത് നമ്മൾ ആ കമ്മ്യൂണിറ്റിയുടെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. യഹൂദന്മാരുടെ സംസ്കാരത്തിൽ, അവരുടെ പാരമ്പര്യത്തിൽ ഒരു മാതാവിനെ നോക്കേണ്ടത് മൂത്ത മകനാണ്. ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ട ആ റെസ്പോൺസിബിലിറ്റി മൂത്ത മകനാണ്. പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ മകനാണ് യേശു, അത് നമുക്കറിയാം. അപ്പൊ പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ മകനായ യേശു കർത്താവ്, യേശു വേണം അമ്മയെ നോക്കാൻ. മൂത്ത മകൻ മരിച്ചാൽ ആ കടമ അടുത്ത മകൻ്റെതാണ്. പെന്തക്കോസ്തുകാരുടെ ഭാവനയിൽ 4 ആണുങ്ങള് ഘടാഘടിയന്മാർ അവിടെയുണ്ട്. പിന്നിപ്പോ പുതിയ കഥ ഉണ്ടാക്കുക, 4 പേരും കൊറോണ വന്ന് മരിച്ചു പോയെന്നല്ല വേണ സ്റ്റോറി ഉണ്ടാക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അപ്പൊ 4 മക്കള് വേറെ ഉള്ളപ്പോൾ അവരെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഈ അമ്മ എന്തിനാ യോഹന്നാനെ ഏൽപ്പിക്കുന്നു? അതിൽ വളരെ വ്യക്തമാണ്. അമ്മയ്ക്ക് ഏക മകനേ ഉള്ളൂ, ആ മകൻ മരിക്കുകയാണ്. ആ മകൻ പറയാണ്, ഇതാ നിന്റെ മകൻ. യേശുവിന്റെ സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ യേശുവിന്റെ പകരക്കാരാണ് ഓരോ ക്രൈസ്തവനും. എങ്ങനെ യേശുവിന്റെ പകരക്കാരാണ്? പൗലോസ് പറയാം, വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എ ട്രൂ ക്രിസ്ത്യൻ ഈസ് ആൻ അംബാസിഡർ ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഇപ്പൊ അമേരിക്കയുടെ അംബാസിഡർ ഇന്ത്യയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് പകരമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയേണ്ട കാര്യം അവിടെ പറയുന്നു. അതാണ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ. ഈ ഭരണാധികാരിക്ക് എല്ലാ രാജ്യത്തും നേരിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഓരോ സ്ഥലത്തും ആ ഭരണാധികാരിയുടെ റെപ്രസെന്റേറ്റീവിനെ വെച്ചിരിക്കുക. ഈ ആധുനിക യുഗത്തിൽ ഇനിയിപ്പോ അംബാസഡർമാരുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം ഈ വിർച്വൽ മീറ്റിംഗ്സ് എല്ലാം ഉള്ളപ്പം ഒരു രാഷ്ട്രത്തലവന്മാരോട് നേരിട്ട് തന്നെ ഇവർക്ക് വിർച്വൽ മീറ്റിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ പിന്നെ എംബസി ആവശ്യമാണ്, അതുകൊണ്ട് ഒരു അംബാസഡർ വെച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത്, അംബാസിഡർ എന്ന് പറഞ്ഞാൽ ആ പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ പകരക്കാരനാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിന്റെ അംബാസിഡർമാരാ സത്യക്രിസ്ത്യാനികൾ. പെന്തക്കോസ്തുകാർ ഇങ്ങനെ ഈ അറ്റവും മുറിയും വായിക്കും. ചില കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് അവര് ചിലപ്പോൾ അവകാശപ്പെടും, ഞങ്ങൾ അംബാസഡർ ആണ്. നീ അംബാസഡർ ഒന്നും അല്ല. അംബാസഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ചുമതല എന്താണ്? ഒരാൾ യേശുവിന്റെ അംബാസഡർ ആണ്. യേശുവിന്റെ സ്ഥാനത്തേക്ക് വരുന്ന എങ്ങനെയാണ്? യേശുവിന്റെ സ്ഥാനത്തേക്ക് വരുന്ന, ഇപ്പം യോഹന്നാൻ ശ്ലീഹ വരികയാണ്.
യോഹന്നാൻ ശ്ലീഹായോട് പറയാണ്, എന്താണ് അപ്പോയിന്റ്മെന്റ്? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ. ആ അംബാസഡറോട്, യേശുവിന്റെ പകരക്കാരനായിട്ട് സ്ഥാനക്കയറ്റം കിട്ടുന്ന, പ്രൊമോഷൻ കിട്ടുന്ന യോഹന്നാൻ ശ്ലീഹായോട് പറയാണ്, എന്താണ്? ഇതാ നിന്റെ അമ്മ. അപ്പൊ യേശുവിന്റെ സ്ഥാനത്ത് ഈ ലോകത്ത് നിൽക്കാൻ, യേശുവിന്റെ പകരക്കാരനായി ഈ ലോകത്ത് നിൽക്കാൻ, നിങ്ങൾ യേശുവിന്റെ പകരക്കാരനാണോ? യേശുവിന്റെ സ്ഥാനത്താണോ? യേശുവിന്റെ സ്ഥാനത്താണ്. അവന്റെ അമ്മ നിങ്ങളുടെ അമ്മയാണ്. ഇത് അമ്മയെ ചീത്ത വിളിച്ച് നടക്കുന്നു, എന്നിട്ട് ചുമ്മാ അവകാശപ്പെടും ഞാൻ യേശുവിന്റെ ആളാണ്. എന്താളാണ്? എങ്ങനെയാണ് ശരിയാവുക? അപ്പൊ യേശു പറയാണ്, കുരിശിൽ നിന്നുള്ള കൽപ്പനയാണ്, കുരിശിൽ നിന്നുള്ള മൊഴിയാണ്, അപ്പോയിന്റ് ചെയ്യുകയാണ് അംബാസഡറായിട്ട്. നീ എന്റെ സ്ഥാനത്ത്, നീ ഭൂമിയിൽ യേശുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന സത്യക്രിസ്ത്യാനി ഈസ് ആൻ അംബാസഡർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹൗ ക്യാൻ ഹി ബി ആൻ അംബാസഡർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്? നമ്മളിപ്പം LLB പാസ്സായി, സനത് എടുക്കണം, കോടതിയിൽ രജിസ്റ്റർ ചെയ്യണം, സനത് എടുത്തിട്ടാണ് അഡ്വക്കേറ്റായി, അപ്പൊ കോർട്ടും ഒക്കെ മേടിച്ചിട്ട് അല്ലെ ആ റോളിലേക്ക്. ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ നമ്മൾ IMAയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ ബോർഡ് രജിസ്ട്രേഷൻ പ്രോസസ്. നീ യേശുവിന്റെ അംബാസഡർ ആണെങ്കിൽ പരിശുദ്ധ അമ്മയെ കൈക്കൊള്ളണം. അമ്മയെ സ്വീകരിക്കാത്ത ഒരാൾക്കും അംബാസഡർ ആകാൻ പറ്റത്തില്ല. അതാണ് കുരിശിൽ വെച്ച് കൊടുക്കുന്ന അപ്പോയിന്റ്മെന്റ്. പറയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. എന്നിട്ട് പറയാണ് യോഹന്നാൻ, ഇതാ നിന്റെ അമ്മ. ആ കൽപ്പനയെ, കുരിശിൽ വെച്ച് യേശു കർത്താവ് നൽകുന്ന ആ കൽപ്പനയെ ഏറ്റെടുത്ത് നെഞ്ചിലേക്ക് വഹിച്ച സത്യക്രിസ്ത്യാനികൾ, അവരാണ് പരിശുദ്ധ അമ്മയെ അമ്മയായി തന്നെ കാണുന്നത്. ഇതാണ് ക്രിസ്ത്യാനിറ്റി, ഇതാണ് ട്രൂ ക്രിസ്ത്യാനിറ്റി. അപ്പൊ ട്രൂ ക്രിസ്ത്യാനിറ്റി എന്താണ്, ഫോൾസ് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. ട്രൂ ക്രിസ്ത്യാനിറ്റി എന്താണ്, ഫോൾസ് ക്രിസ്ത്യാനിറ്റി എന്താണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകും. പരിശുദ്ധ കന്യകാമറിയത്തിനെ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? ചില ആളുകള് പറയും പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രാധാന്യമില്ല, ദൈവശാസ്ത്രവുമായിട്ടൊരു ബന്ധവുമില്ല. നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. അതിനു മുമ്പ് പഴയ നിയമത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 1 ദിനവൃത്താന്തം 23-ാമത്തെ അധ്യായം നമ്മൾ ഒന്ന് നോക്കുകയാണ്. അതിനകത്ത് ഒരു വാക്യം, 1 ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം 23-ാം അധ്യായം 22-ാം വാക്യം. ഏലിയാസാർ മരിച്ചു, അവന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. കീശിന്റെ പുത്രന്മാരായ അവരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു. ഞാനിതൊക്കെ എടുത്ത് വായിക്കുന്നത്, ഇതൊന്നും എൻ്റെ ഒരു ശീലമല്ല, ഇങ്ങനെ ഈ ബൈബിൾ വാക്യങ്ങൾ എടുത്തിങ്ങനെ വായിക്കുക എന്നുള്ളത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരായ പെന്തക്കോസ്തുകാരുടെ, മരപ്പൊട്ടന്മാരായ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി വായിക്കുന്ന. കാരണം ഈ ബൈബിളിൽ സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത് വായിച്ചിട്ട് പെന്തക്കോസ്തുകാർ ഉത്തരം പറയണം, സഹോദരിമാരെ കല്യാണം കഴിച്ചെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ അവിടെ നോക്ക്, കീശിൻ അവരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു. ഈ പെൺപിള്ളാരുടെ സഹോദരന്മാർ അവരെ വിവാഹം ചെയ്തു. എന്നിട്ട് പറയണത് കീശിന്റെ പുത്രന്മാരാണ്, കസിൻ പ്രദേശമാണ്. ഈ കസിൻ പ്രദേശിനെ അവിടെ സഹോദരന്മാർ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ അവിടുത്തെ പദദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ അന്നത്തെ ഒരു രീതിയാണ്, അന്നത്തെ രീതിയാണ്
അങ്ങനെ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാർ എന്ന് കേൾക്കുമ്പം ഇത് പരിശുദ്ധ അമ്മയുടെ മക്കളായിരുന്നു എന്ന് പറഞ്ഞ് എടുത്തു ചാടുകയാണ്. സഹോദരന്മാർ എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മക്കൾ എന്ന് നിർബന്ധമില്ല. അത്തനേഷ്യസ് ഓഫ് അലക്സാണ്ട്രിയ, അലക്സാണ്ട്രിയയിലെ അത്താനാസിയോസ് ബാവ പറഞ്ഞത് ഒരു വാചകം. ഇപ്പൊ അത്താനാസിയോസ് ബാവയൊക്കെ പുതുതായിട്ട് പെന്തക്കോസ്തുകാർ അംഗീകരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് ഇവർ അത്താനാസിയോസ് എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. ഏതായാലും ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് അവർ ചില ലൈവ് ചെയ്ത് വെച്ച് അത്താനാസിയോസ്, ദൈവദാസനായ അത്താനാസിയോസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി പാസ്റ്റർ അത്താനാസിയോസ് നവമാർ വിളിക്കുന്നതിന് മുമ്പ് പാസ്റ്റർ അത്താനാസിയോസ്, സെൻട്രൽ പാസ്റ്റർ അത്താനാസിയോസ് എന്നൊക്കെ വിളിക്കുമായിരിക്കും. ഏതായാലും അത്തനേഷ്യസ് ഓഫ് അലക്സാണ്ട്രിയ അദ്ദേഹം പറയുന്നത്, let those therefore who deny that the son is by nature from the father and proper to his essence deny also that he took true human flesh from the ever virgin Mary. അറിയൂസിനെതിരായിട്ടുള്ള പ്രസംഗം AD 360. AD 367 അദ്ദേഹം ബൈബിൾ ക്രോഡീകരിക്കുന്നത്. ബൈബിൾ ക്രോഡീകരിക്കുന്നതിനേക്കാൾ 7 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ബൈബിൾ ക്രോഡീകരണത്തിന് മുമ്പ്, ഇനി ബൈബിൾ ക്രോഡീകരിച്ചു കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മാനസിക നില തകരാറിലായിട്ട് പറഞ്ഞാണെന്ന് പെന്തക്കോസ്തുകാർക്ക് പറയാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം ഇത് ബൈബിൾ ക്രോഡീകരിക്കുന്നതിന് മുമ്പാണ് പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആ വാചകം. Let those therefore who deny that the son is by nature from the father and proper to his essence deny also that he took true human flesh from who? From the ever virgin Mary. നിത്യകന്യകയായ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. AD 360 എഴുതിയിരിക്കുകയാണ്. ഇത് ആദിമ സഭയുടെ വിശ്വാസമാണ്. ഇത് പരിശുദ്ധ സഭയുടെ വിശ്വാസമാണ്. ഇത് സത്യസഭയുടെ വിശ്വാസമാണ്. മറിയം നിത്യകന്യകയാണ്. അത്തനേഷ്യസ് ബാവ തിരുമേനി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദുർമുഖമൊക്കെ ചിലർ കാണിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ദുർമുഖം കാണിച്ചിട്ട് കാര്യമില്ല, സത്യമാണ്. മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. മറിയം നിത്യകന്യകയാണ്. മറിയം മഹാഭാഗ്യവതിയാണ്. അപ്പൊ മഹാഭാഗ്യവതിയും നിത്യകന്യകയും ദൈവമാതാവുമായ പരിശുദ്ധ കന്യകാ മറിയം, പരിശുദ്ധ അമ്മ, 3 കാര്യം: നിത്യകന്യകയും മഹാഭാഗ്യവതിയും ദൈവമാതാവുമാണ്. അപ്പൊ അത്തനേഷ്യസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് AD 360. ഇതേ അത്തനേഷ്യസ് ആണ് 367 പറഞ്ഞത്. ഈ 27 പുസ്തകമാണ് ന്യൂ ടെസ്റ്റമെന്റ് കാനൻ. അപ്പൊ അതല്ലേ നിങ്ങൾ വിശ്വസിക്കും പെന്തക്കോസ്തുകാരെ, നിങ്ങൾ ഇതല്ലേ പറഞ്ഞുകൊണ്ട് നടക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ ഇത് ബൈബിൾ അംഗീകരിക്കുവാൻ, അല്ലെങ്കിൽ ഇതാണ് ദൈവിക തിരുവെഴുത്തുകൾ എന്ന് വിശ്വസിക്കുവാൻ ഉള്ള കാരണം എന്താണ്? ഡു യു ഹാവ് എനി അതർ റീസൺ? വാട്ട് ഈസ് യുവർ റീസൺ? അപ്പൊ നിങ്ങൾക്ക് ബൈബിൾ നൽകിയ ആൾ പറയുന്നു മേരി എവർ വിർജിൻ, നിത്യകന്യകയാണ് പരിശുദ്ധ അമ്മയെന്ന് അത്തനേഷ്യസ് 360 പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 367 കത്തിലാണ്
അദ്ദേഹം ഇത് ബൈബിളിന് അടിസ്ഥാനമുണ്ട്. അപ്പൊ 367 അത്തനേഷ്യസിന്റെ കത്തല്ലാതെ നിങ്ങൾക്ക് എന്താ അടിസ്ഥാനം? പരിശുദ്ധ അമ്മേ, ആദിമ സഭ വിളിച്ചിരുന്നതും അഭിസംബോധന ചെയ്തിരുന്നതും ശൂൽത്തോ എന്നാണ്. ശൂൽത്തോ എന്ന് പറഞ്ഞ കന്യക എന്നാണ് സുറിയാനിയിൽ. അരമായിക്ക് സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ആദിമ ശിഷ്യന്മാരുടെ കമ്മ്യൂണിറ്റി, സുറിയാനി കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പൊ അതിനകത്ത് ശൂൽത്തോ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പഴയ ഗീതങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, ശൂൽത്തോ എന്ന് കേൾക്കാം. ശൂൽത്തോ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വിളിപ്പേര് തന്നെ കന്യക എന്നായിരുന്നു. മനസ്സിലായോ? വിളിപ്പേര് തന്നെ കന്യക എന്നായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ സഹോദരിമാരെ കെട്ടുന്നൊക്കെ കണ്ടല്ലോ. അപ്പൊ ഒരു ബിബ്ലിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു വാക്കിന്റെ ഉപയോഗം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇങ്ങനത്തെയുള്ള കുഴപ്പങ്ങളിലേക്ക് ചെന്നതാണ്. ഇനി മറ്റൊരു കാര്യം, ഈ നിസ്സാരമായ ഒരു റെഫറൻസിൽ നിന്ന്, അതായത് സഹോദരന്മാരെന്നുള്ളത് ഏതർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ആ ഒരു വാക്കിൽ നിന്ന് ഗസ് ചെയ്യാണ് പരിശുദ്ധ കന്യാമറിയത്തിന് മക്കൾ വേറെ ഉണ്ടായിരുന്നു. ഒരു പ്രയോഗം പുതിയ നിയമത്തിലുള്ള വളരെ വെയ്ഗായിട്ടുള്ള ഒരു പ്രയോഗത്തിൽ നിന്ന് ഇവർ ഡെഡ്യൂസ് ചെയ്യാണ്. പെട്ടെന്ന് അവർ കൺക്ലൂഷനിൽ വരികയാണ്, മറിയം പിന്നെ ഇഷ്ടം പോലെ മക്കളാണ്. എന്നാല് പുതിയ നിയമത്തിന്റെ പുറങ്ങളിൽ എത്ര സ്ഥലത്താണ് യേശു കർത്താവ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മകനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വല്ല ഊഹമുണ്ടോ? പ്രഗ്നന്റ് ആകുന്നതിന് തൊട്ടുള്ള കാര്യം എഴുതിയിരിക്കുകയാണ്. ആദ്യം വന്ന് പരിശുദ്ധമ്മയുടെ അനുവാദം ചോദിക്കുന്നുണ്ട്. നിന്റെ ഹിതം എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ കന്യക മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചു. ഉൽപ്പത്തി 3:15 പ്രവചനമാണ്. സ്ത്രീയുടെ സന്തതിയായിട്ടാണ് വരുന്നത്. സ്ത്രീയുടെ സന്തതി, സ്ത്രീയിൽ നിന്നാണ് ജനിച്ചത്. ഇത് നിന്റെ അമ്മയാണ്, അവന്റെ അമ്മയും. അവൾ ഗർഭിണിയായി സമയം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു. ഈ കാര്യങ്ങളെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. 100 കണക്കിന് വാക്യങ്ങൾ വിശദീകരിക്കുന്ന കാര്യമാണ്. ഇത്രയും ഉണ്ടെങ്കിലും യേശുവിനെ മറിയത്തിന്റെ മകനായിട്ട് അംഗീകരിക്കുവാനും ഇവർക്ക് വിമുഖതയുണ്ട്. ഇതിനകത്തെ ആ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു വാക്കില് വളരെ അവ്യക്തവും അസ്പഷ്ടവും ആയിട്ടൊരു ഇതാണ്. അവന്റെ സഹോദരന്മാർ വെയ്ഗായിട്ട് ഒരു പ്രയോഗമാണ്. അതിനെ എടുത്തു വെച്ചിട്ട് വേറെ മക്കളുണ്ടായിരുന്നെന്ന് ഘോരഘോരം വാദിക്കുന്ന പെന്തക്കോസ്തു സുഹൃത്തുക്കൾ മറിയം 9 മാസം ഗർഭത്തിൽ ചുമന്ന് പ്രസവിച്ച് വളർത്തിയ യേശു മറിയത്തിന്റെ മകൻ അല്ലായിരുന്നു എന്ന് വാദിക്കാം. എത്ര വിചിത്രമാണ് ലോകമല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, എത്ര വിചിത്രമാണ് ഇവരുടെ വാദങ്ങൾ. ഇത്ര ഹീനമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കെതിരെ ഇവർ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെ തകർക്കുവാൻ വേണ്ടി മാത്രം ഇവർ പരിശ്രമിക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിശുദ്ധ കന്യകാമറിയം യേശു കർത്താവിന്റെ അമ്മയല്ലായിരുന്നു. ഇവർ വാദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വാദിക്കുന്നത്? അത് വാദിക്കുന്നതിന്റെ കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പ്ലേ ചെയ്തിരുന്നു. പരിശുദ്ധ കന്യകാമറിയം യേശുവിന്റെ അമ്മയല്ലായിരുന്നു, മറിച്ച് അത് ഒരു സറോഗേറ്റ് മദർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക്, ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തു. സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന പെന്തക്കോസ് പ്രഭാഷകൻ, പെന്തക്കോസുകാർ ബഹുഭൂരിപക്ഷം വിശ്വസിക്കാം, വാടകയ്ക്കാണ് ഗർഭപാത്രം എടുത്തത്.
സറോഗേറ്റ് മദർ ആയിരുന്നു. അപ്പൊ ഈ സറോഗസി എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട്, സറോഗേറ്റ് മദർ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സ്ത്രീയുടെ പുരുഷന്റെയും അണ്ടവും ബീജവും സങ്കലനം നടത്തി ആ സൈഗോട്ടിനെ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് പ്രസവിച്ച് കുഞ്ഞിനെ മേടിക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് ലോകത്ത് വ്യാപകമായിട്ടുണ്ട്, സറോഗേറ്റ് മദർ. പക്ഷെ ഈ സറോഗസി എന്താണെന്ന് ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ സാമാന്യ ജ്ഞാനം ഉണ്ടെങ്കിൽ ഇത്തരം ആരോപണം പറയത്തില്ല. സറോഗേറ്റ് മദർ ആകുമ്പോൾ പ്രസവം കഴിഞ്ഞാൽ ഉടനെ ആ കുഞ്ഞിനെ അവർ കൊണ്ടുപോവുക. സറോഗേറ്റ് മദറിന്റെ പിന്നെ വളർത്താൻ കൊടുക്കത്തില്ല. സറോഗേറ്റ് മദർ പിന്നെ ഊട്ടി വളർത്തി അങ്ങനെയല്ല. ആരുടെ കുഞ്ഞാണോ അവരാ കുഞ്ഞിനെ കൊണ്ട് പോകും. അപ്പൊ യേശു മറിയത്തിന്റെ ഒരു സറോഗേറ്റ് മദർ ആയിരുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ യേശു ജനിച്ച ഉടനെ എടുത്തോണ്ട് പോണായിരുന്നു കുഞ്ഞിനെ. അപ്പൊ ജനിപ്പിക്കാൻ ഉള്ള കഴിവ് കുറവ്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. അതായത് ജനിപ്പിക്കാൻ ഉള്ള കഴിവ് കുറവ്, ആ കഴിവ് കുറവ് കൊണ്ടാണല്ലോ സറോഗേറ്റ് മദറിനെ ഹയർ ചെയ്യേണ്ടി വരുന്നത്. അതൊരു സ്ത്രീക്കും പുരുഷനും ഒരു കുഞ്ഞിനെ ജനിപ്പിക്കണം. ആ സ്ത്രീയുടെ ഗർഭപാത്രം ബലഹീനമാണ്, അല്ലെങ്കിൽ അത് എടുത്തു മാറ്റിയതാണ്, അവിടെ ഇല്ല, പ്രശ്നമാണ്. അപ്പൊ ഈ സ്ത്രീക്കും പുരുഷനും ഒരു കുഞ്ഞ് വേണമെന്ന അദമ്യമായ ആഗ്രഹമേ ഉള്ളൂ, ആക്കമില്ല. അപ്പൊ ആഗ്രഹം മാത്രമേ ഉള്ളൂ, ആക്കമില്ല. അപ്പൊ കഴിവ് കെട്ടവൻ ആരാ? സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ദൈവം. അങ്ങേർക്ക് ആഗ്രഹമുണ്ട് ഒരു മകൻ ജനിക്കണമെന്ന്, പക്ഷെ യാതൊരു പരിപാടിയോ കഴിവില്ല. അതാണല്ലോ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു നീചനാണോ അവിടെ നിന്റെ ദൈവം? ഏത് ദൈവത്തെയാണ്? ഇവനാണ് ക്രിസ്ത്യാനികളുടെ പ്രതിനിധിയാണെന്ന് പറയും. അപ്പൊ സറോഗേറ്റ് മദർ ആണെങ്കിൽ സ്വന്തം നിലയ്ക്ക് ആ കുഞ്ഞിനെ ജനിപ്പിക്കാൻ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യത്തുള്ളൂ. അതിനൊരു നിവൃത്തിയും ഇല്ല എന്ന് വരുമ്പോൾ ലാസ്റ്റ് ഓപ്ഷനാണ് വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ തങ്ങളുടെ കുഞ്ഞിനെ നിക്ഷേപിക്കുന്നത്. ആ ഡ്യൂറിങ് ദാറ്റ് പ്രഗ്നൻസി പീരീഡ് ഈ ബയോളജിക്കൽ മദർ ആൻഡ് ഫാദർ എത്ര അസ്വസ്ഥരാണെന്നറിയാം, എത്ര ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ കുഞ്ഞ് മറ്റൊരിടത്ത് കിടക്കാണ്. എങ്ങനെയും ആ കുഞ്ഞൊന്ന് ജനിച്ചു കിട്ടിയാൽ മതി, ആ സെക്കൻഡിൽ അവരതിനെ മേടിച്ചോണ്ട് പോകും. അവിടെ വരെയുള്ളൂ. ഇവിടെ അതല്ല. കുരിശിന്റെ മുകളിൽ നിന്നും അമ്മയെ കരുതുന്ന മകൻ, കുരിശിന്റെ വേദനക്കിടയിലും ആ അമ്മയെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ നോക്കിക്കോണം എൻ്റെ അമ്മയാണ്. സറോഗേറ്റ് മദർ അല്ല, സ്വന്തം അമ്മയായി കർത്താവ് അവിടെ കാണുകയാണ്, നമ്മളെ കാണിച്ചു തരികയാണ് സ്വന്തം അമ്മയായിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രഖ്യാപനത്തിലും പറയുന്നത്, ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ശരീരിയായി തീർന്നു. ഇത് സഭയുടെ വിശ്വാസമാണ്, ഇത് സത്യവിശ്വാസമാണ്, ഇതാണ് സത്യക്രിസ്ത്യാനികളുടെ വിശ്വാസം. അപ്പൊ ഈ വിശ്വാസത്തെയാണ് ഇങ്ങനെയുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ സത്യവിശ്വാസത്തിനെ ചോദ്യം ചെയ്യുകയാണ്. പരിശുദ്ധ കന്യകാമറിയം Tavan Shabam
شمشد صديقوسو دسما منو ببصولو كولا نسجد وادلو شاليا شبهي لولا أمي نهض من مريم إيسيلد بمآر صبغو بيدلهم താവൻ ശാപം ബീനക് ഹൽബോ ഹക് ശബറോ ഹൗദ് സാബ അൽഫെബ് ദബറോ കൂലാനെസ് കൂദ് വദലോ ശേലിയോൻ ശബഹി ലഓല ഉൽമി Hayelvo latalitan baguno lukubal bisho tavan shabam maha bakrep vaskav betnasa vadi kliled sokuto kulanes gud vadlo sheliyon shabahi لأولى قلبي شبه ناسك ليلابو أودي طلب رد ميني طابن شابم ماها والركضشو قولولو روسو دتليتو يوتو كولانس قود ودلو شيليون شبهي لأولا قلبي സോറി കേട്ടോ, മൈക്ക് ഓഫ് ആയിരുന്നു. അപ്പൊ ഇതാണ് ഏറ്റവും കൃത്യമായ വിശുദ്ധമായ ഉപദേശം, പരിശുദ്ധ സുറിയാനി സഭയുടെ ഉപദേശം. ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ ഒരു സ്ത്രീയുടെ സഹായം ആവശ്യമില്ല. അങ്ങനെ ഒരു സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവം പിന്നെ ദൈവമല്ല, സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം. അപ്പൊ ദൈവം എന്തിനാണ് മനുഷ്യനായത്? മനുഷ്യവർഗത്തോട് ബന്ധുത്വം സ്ഥാപിക്കാൻ, മനുഷ്യവർഗത്തോട് ബന്ധുത്വം സ്ഥാപിക്കുകയാണ്. നമ്മളെ ഈ മനസ്സിലാക്കുന്നത് പെന്തക്കോസ്തൽ ആളുകൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവെ കേൾക്കുന്ന പോപ്പുലർ സുവിശേഷത്തിൽ നിങ്ങൾ കേൾക്കുന്നത്, യേശുക്രിസ്തു കുരിശിൽ മരിച്ചുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി, ഇങ്ങനെ വായിക്കാം. അപ്പം മരിക്കാൻ വേണ്ടി വന്നു, അങ്ങനെ മരിച്ചതുകൊണ്ട് നമുക്ക് കിട്ടി. പക്ഷേ യേശുവിന്റെ ജനനത്തിന് വളരെ ദൈവശാസ്ത്രപരമായ പ്രാധാന്യമുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവർ ആയി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പൊ നമ്മിൽ ഒരുവനായി മാറി, നമ്മെപ്പോലെയായി മാറി.
അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. ദൈവം മനുഷ്യനായി തീർന്നു. ഒത്തിരി ആളുകളും വിചാരിക്കുന്ന ഈ പാപത്തെ പരിഹരിക്കാൻ വേണ്ടി ദൈവപുത്രൻ മനുഷ്യനോ? മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് മനുഷ്യന്റെ പാപം ദൈവത്തിന്റെ അവതാരത്തെ അനിവാര്യമാക്കി തീർത്തു എന്നാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴും ദൈവം സർവജ്ഞാനിയല്ലെന്ന് വരും. കാരണം എന്തായിരുന്നു ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ? പ്ലാൻ എ എന്താണ്? പ്ലാൻ എ എന്ന് പറഞ്ഞാൽ ദൈവം ആദവിനെ അവയും സൃഷ്ടിച്ചു, ഏതനിലാക്കി, പെറ്റുപെരുകി, സൗകര്യമായിട്ട്, സ്വതന്ത്രമായിട്ട്, അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കണം മക്കളെ. ഇതായിരുന്നു ഒറിജിനൽ പ്ലാൻ. പക്ഷെ ആ പ്ലാൻ സാത്താൻ വന്ന് കലക്കി. ഇബിലീസ് വന്ന് ആ പ്ലാൻ കലക്കിയത് കൊണ്ട് ദൈവം പ്ലാൻ ബി എടുത്തു. ഇനിയിപ്പോ എന്നാ ചെയ്യും? കുഴഞ്ഞല്ലോ. പ്ലാൻ ബി അനുസരിച്ച് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി കുരിശേ കയറി. ഇതാണ് ഈ പൊട്ടന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പെന്തക്കോസ്തുകാര്. അപ്പൊ ഇവർക്ക് ഇതേ മനസ്സിലായിട്ടുള്ളൂ. പ്ലാൻ ബി എന്ന് പറഞ്ഞൊരു പരിപാടി എടുത്താൽ ആ ആള് ദൈവമല്ല. കാരണം ദൈവത്തിന് പ്ലാൻ ബിയുടെ ആവശ്യമില്ല. പ്ലാൻ എ തന്നെ നടത്തും. ഒന്നാമത് നടത്താനുള്ള കരുത്തുണ്ടാ. സർവശക്തനല്ലേ, കരുത്തുണ്ട്. രണ്ടാമത് നടക്കത്തില്ലെങ്കിൽ സർവജ്ഞാനിയാകുമ്പോൾ ആദ്യമേ അറിയാം നടക്കുന്ന പ്ലാനേ വെക്കത്തുള്ളൂ. അപ്പൊ പ്ലാൻ ബി വന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സർവശക്തിയെയും സർവജ്ഞാനത്തെയും ചോദ്യചിഹ്നത്തെ നിർത്തുകയാണ്. ഇതാണ് ഇവരുടെ ദൈവശാസ്ത്രം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പെന്തക്കോസ്റ്റൽ തിയോളജിയോട് ബൈ പറഞ്ഞത്. അത് ബക്കറ്റ് വെച്ച് തല്ലിയോണ്ട് അല്ല മാറി. ബക്കറ്റ് അപ്പൊ അവസാനം എനിക്കെതിരെ ബക്കറ്റിന്റെ ആരോപണം വെച്ചിട്ട് ബക്കറ്റിൽ തന്നെ പെന്തക്കോസ്തുകാർക്ക് പണി കിട്ടി. നിങ്ങൾ കണ്ടോ? ബക്കറ്റ് ഇപ്പൊ വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ദൈവശാസ്ത്രപരമായ ആരോപണങ്ങളാണ് പറയുന്നത്. സെബാസ്റ്റ്യൻ പുന്നക്കൽ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ റൂമിട്ട് ഞാൻ പെന്തക്കോസ്റ്റിൽ നിന്ന് പോയത് എന്തുകൊണ്ട് അവൻ ദിവ്യദൃഷ്ടിയാൽ അയർലൻഡിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്. ബക്കറ്റ് വെച്ച് അടിച്ചു, അങ്ങനെ പെന്തക്കോസ്റ്റിൽ നിന്ന് പുറത്താക്കി. അയ്യോടാ. ബക്കറ്റിനെ സംബന്ധിച്ച് പറഞ്ഞ് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഫാദറിന് ഒരു ബക്കറ്റ് കിട്ടിയതായിട്ട് എനിക്കറിയാം. ഒരു ബക്കറ്റും 150 രൂപയും കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ 2 കൊല്ലം കഴിഞ്ഞാണ് സെബാസ്റ്റ്യൻ ജനിക്കുന്നത്. അതാണ് സെബാസ്റ്റ്യൻ ബക്കറ്റുമായിട്ടുള്ള ബന്ധം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഇത് ഇത്ര മോശമായ കാര്യമാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തെ പറ്റി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് ഇനിയിപ്പം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കക്ഷിയുടെ ഭക്തന്മാർ ഉണ്ട്, ചില ആളുകൾ. അവർക്ക് ഇത് പറയുമ്പോൾ വിഷമം വരും. കാരണം വ്യാപകമായ അറ്റാക്കാണ് ഇവർ വ്യാജ ഐഡിയയിൽ എനിക്കെതിരെ നടത്തുന്നത്. സ്വന്തമായി ഊരും പേരും ഉള്ളവരൊന്നും അല്ല ഇത്. നിങ്ങൾ കാണാറുണ്ടായിരിക്കും. ഒന്നും ഊരും പേരും ഇല്ല, സ്വന്തം ഐഡിയ ഇല്ല, അതിനൊന്നുള്ള ത്രാണിയില്ല. ചുമ്മാ ഒരു വ്യാജമായിട്ട് പൈസ കൊടുത്ത ആളുകളെ കൊണ്ട് വ്യാജ ഐഡിയ ഉണ്ടാക്കിയിട്ട് എഴുതുക. അതാണ് ഇവരുടെ വ്യാജ പ്രചരണങ്ങൾ. പക്ഷെ എനിക്ക് വ്യാജ പ്രചരണത്തിന്റെ ആവശ്യമില്ല. ഞാൻ നേരിട്ട് ആണ് സ്വന്തം ഐഡിയയിൽ നിന്ന് സ്വന്തം പടം വെച്ച് എഴുതും, വീഡിയോയിൽ വന്ന് പറയും. വ്യാജമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സോറി. ഇനി നിങ്ങൾക്ക് ചിലർക്ക് സംശയം തോന്നും, എന്താണ് പുള്ളി അങ്ങനെ പറഞ്ഞാണോ? അത് കേട്ടോളൂ. പുള്ളിയുടെ വോയിസ്. ഓവം ഒരു സ്പേമുമായി ചേർന്ന് വളർന്ന് വലുതായി കുഞ്ഞായതല്ല യേശു. അപ്പോ മറിയം യേശു ക്രിസ്തുവിന്റെ ബയോളജിക്കൽ അമ്മ അല്ല എന്ന് കൃത്യമായിട്ട് ബൈബിൾ ഇവിടെ തന്നെ ഈ ബൈബിളിൽ എവിടെയാ യേശു മറിയം യേശുവിന്റെ ബയോളജിക്കൽ മദർ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു? സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഒച്ചയാണ് ഈ കത്തോലിക്കർ ചിലർ, മുഴുവൻ കത്തോലിക്കരും അല്ല, നല്ല തറവാട്ടിൽ പിറന്ന കത്തോലിക്കരുണ്ട്, അതല്ല ഈ ഉണ്ടല്ലോ ഓൺലൈൻ കത്തോലിക്കർ. ഈ ഓൺലൈൻ കത്തോലിക്കരുടെ കണ്ണിലുണ്ണിയായ സെബാസ്റ്റ്യന്റെ വോയിസ് ആണ്. അവൻ പറയുകയാണ് മറിയം ബയോളജിക്കൽ മദർ അല്ല. ഇങ്ങനെയാണ് ഇവന്റെ പ്രസ്താവനയല്ല. നിങ്ങൾ കേട്ടിട്ട് പറയുന്നത് എവിടെയാ പറയുന്നത്? കേട്ടോ. അല്ലാതെ മറിയത്തിന്റെ ഓവം ഒരു സ്പേമുമായി ചേർന്ന് വളർന്ന് വലുതായി കുഞ്ഞായതല്ല യേശു. അപ്പോ മറിയം യേശു ക്രിസ്തുവിന്റെ ബയോളജിക്കൽ അമ്മ അല്ല എന്ന് കൃത്യമായിട്ട് ബൈബിൾ ഇവിടെ തന്നെ ഈ ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ കുർബാന പുസ്തകം തന്നെ എടുത്തേക്കുന്നത്. അപ്പൊ ശരിക്കും ബയോളജിക്കൽ മദർ എന്നുള്ള ടൈം എന്താണ്?
മദർ എന്ന് പറയുന്ന ടേമിന് ഇന്നത്തെ നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 2 വിധത്തിലുള്ള അമ്മമാരാണ്. അഡോപ്റ്റീവ് മദർ ഉണ്ട്, അതല്ലാതെ പ്രസവിക്കുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം 2 വിധത്തിലുള്ള അമ്മമാരാണ്. ഒന്ന് സറോഗേറ്റീവ് മദർ, ഒന്ന് ബയോളജിക്കൽ മദർ. ഇപ്പോ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കും, സറോഗേറ്റീവ് മദർ. അപ്പൊ മറിയം ബയോളജിക്കൽ മദർ അല്ല, സറോഗേറ്റീവ് മദറാണ്. അപ്പൊ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്തു. ആരെടുത്താലും വാടകയ്ക്കുള്ള ഒരു ഗർഭപാത്രത്തിൽ തന്റെ കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞിന്റെ സ്വന്തം മാതാപിതാക്കൾ കാത്തിരിക്കും എത്രയും വേഗം പുറത്തു വരാൻ, അപ്പോഴേ കൊണ്ടുപോകും. അല്ലാതെ ഗർഭപാത്രം വാടകയ്ക്ക് എടുത്ത് മക്കളെ ജനിപ്പിക്കുന്ന ആളുകൾ പിന്നെ ആ സറോഗേറ്റ് മദറിന്റെ തന്നെ മുല കൂട്ടാനും വളർത്താനും പിന്നെ പള്ളി കൊണ്ടുപോകാനും പിന്നെ പേരിടാനും പിന്നെ പരിശോധന കഴിപ്പിക്കാനും നേർച്ചയിടാനും 12 വയസ്സ് വരെ, 12 വയസ്സായിട്ടും സറോഗേറ്റ് മദറാണ്. ഇതേപ്പിച്ചവര് കൊണ്ടുപോകുന്നില്ല. പക്ഷെ എന്തൊരു കഷ്ടമാണ് സറോഗേറ്റ് മദർ. പിന്നെ രണ്ടാമത് പെന്തക്കോസ്തുകാർ അവമാനിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഒരു സ്ത്രീ, കന്യകയായ ഒരു പെൺകുട്ടി ആദ്യമായി തൻ്റെ മകനെ പ്രസവിക്കുക, ആദ്യത്തെ മകൻ. അത് പ്രസവിച്ചു കഴിയുമ്പോൾ രണ്ടാമത് വീണ്ടും ആ സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നെങ്കിൽ ആ കുഞ്ഞ് ആദ്യത്തെ കുഞ്ഞിന്റെ പിതാവ് തന്നെ ആയിരിക്കണം. അതല്ലേ കുടുംബത്തിൽ പറഞ്ഞവരുടെ മാന്യത. ഇപ്പൊ യുക്തിവാദികളും പരിഷ്കരണവാദികളും സ്വതന്ത്രയും ഒക്കെ വന്നിരിക്കുന്നുണ്ട്, അതൊരു മാന്യതയൊന്നുമല്ല എന്നൊക്കെ അവർ പറയുമായിരിക്കും. പക്ഷെ നമ്മുടെ പരമ്പരാഗത മൂല്യത്തിൽ നമുക്കതാണ് മാന്യത. അപ്പൊ ഒരു സ്ത്രീ, പരിശുദ്ധ കന്യകാമറിയത്തിന് ആദ്യത്തെ കുഞ്ഞുണ്ടായി. നമുക്കത് യേശു കർത്താവാണ്. അപ്പൊ രണ്ടാമതൊരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ആദ്യത്തെ കുഞ്ഞിന്റെ പിതാവ് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ കുഞ്ഞിന്റെ പിതാവ്. പരിശുദ്ധ കന്യകാമറിയത്തിന് രണ്ടാമതൊരു മകൻ ഉണ്ടായിട്ടില്ല, മകളുണ്ടായിട്ടില്ല, ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒരു ദൈവപുത്രനായിരിക്കണം. ആദ്യം അവർക്ക് ആ ഗർഭം സമ്മാനിച്ച ആളിൽ നിന്ന് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ ഗർഭം വരുന്നത്. മറ്റൊരാളിൽ നിന്ന് വരുന്നത് വ്യഭിചാരമാണ്, ന്യായപ്രമാണ ലംഘനമാണ്. അപ്പൊ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ, അല്ലെ ആദ്യത്തെ കുഞ്ഞിന്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിച്ചാൽ അത് കല്ലെറിഞ്ഞ് കൊല്ലേണ്ടിയ കേസാണ്. ഇവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇവന്മാർക്ക് വല്ല ബോധമുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഇവര് ജനിച്ച കരയെ ബോധമുണ്ട്. നിങ്ങൾ ന്യായമായിട്ട് എന്നെ കേൾക്കുന്നു. നിങ്ങൾ പറ, ആദ്യത്തെ കുഞ്ഞുണ്ടായി, അപ്പൊ രണ്ടാമത് പിന്നെ പ്രസവിച്ചെന്നാ പെന്തക്കോസ്തുകാർ അലവല, സോറി കേട്ടോ, മാന്യന്മാരൊക്കെ കേട്ടോണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. രണ്ടാമത് ഉണ്ടായി, മൂന്നാമത് ഉണ്ടായി, പിന്നെ ഉണ്ടായി. ഇവന്റെ ഒക്കെ അവിടെ ഉണ്ടായി. എടാ പെന്തക്കോസ്തുകാരാ, നീ മനസ്സിലാക്കണം, രണ്ടാമതൊരു കുഞ്ഞുണ്ടാകണമെങ്കിൽ ആദ്യത്തെ കുഞ്ഞിന്റെ പിതാവ് ആരാണോ അല്ലെങ്കിൽ കാരണക്കാരനാരാണോ ആ ആള് മരിക്കണം. ദൈവത്തിൽ നിന്നല്ലേ ആദ്യത്തെ കുഞ്ഞുണ്ടായത്. ദൈവം മരിച്ചു പോയെങ്കിൽ അടുത്ത് നിങ്ങളുടെ ദൈവം മരിച്ചു പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ തോന്നുന്നത്. ഞങ്ങളുടെ ദൈവം മരിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. നിത്യം ജീവിക്കുന്നവനായ ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇതാണ് ഇവരോടുള്ള നമ്മുടെ മറുപടി. ഈ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സഭയുടെ വിശ്വാസം ആദിമകാലം മുതൽ, ഞാൻ AD 360 അത്തനേഷ്യസിന്റെ പ്രസംഗമാണ് കാണിച്ചത്. അത് 7 കൊല്ലമാണ് കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് തോന്നിയ ഒരു തോന്നലായി ബൈബിൾ ഒന്ന് കുത്തി കെട്ടിയേക്കാന്ന്. അത് ചുമന്നുണ്ടായി ഇവര് നടക്കുന്നു. ഇതാണ് 360 അത്തനേഷ്യസ് ബാവ പ്രസംഗിച്ചു, എവർ വിർജിൻ, നിത്യകന്യകയാണ്. 7 കൊല്ലം കഴിഞ്ഞപ്പം ഈസ്റ്ററിന്റെ സമയത്ത് പെരുന്നാളൊക്കെ ആളിലെ ഒരു കത്തെഴുതിയേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതിയ കത്താണ്. അതിനകത്താണ് ബൈബിൾ ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത്. അത് വെച്ചോണ്ടാണ് ഇവർ വ്യാഖ്യാന കസർത്തുകൾ നടത്തുന്നത്. ഇനിയെങ്കിലും ഉച്ചയായി, ഇനിയെങ്കിലും നിങ്ങൾക്ക് ബോധം ഉദിക്കട്ടെ എന്നാണ് ഇനി നിങ്ങൾക്ക് ബോധം വരിക. അപ്പോ ഇവരുടെ ഒരു ആരോപണത്തിനാണ്. അത് പല പ്രാവശ്യം ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും അത് നമ്മൾ ഒന്നുകൂടെ ചിന്തിച്ചതാണ്.
സഹദേന്മാരെ യാചിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ നിൻ ശരണേ മൃത. കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ പഴയ ആളുകളെയൊക്കെ കാണുന്നുണ്ട് ഇവിടെ. സാജൻ പടിക്കൽ, വർഗീസ് പോൾ, ഷാജൻ തലയോലപ്പറമ്പ്, സംഗീത ജോർജ്, ചാക്കോ ബ്ലസ്ഡ്, ജെഫിൻ ഏബ്രഹാം, സൂസൻ ജോസഫ്, റിജി പി കുരുവിള, അലക്സ് സി മുല്ലുവിള, ഫിലിപ്പ് സ്റ്റീഫൻ തെങ്ങന്തറയിൽ, തോമസ് അലക്സാണ്ടർ ചാക്കോ, ദാവീദിന്റെ സന്തതി. അത് നമ്മുടെ തോമസ് അലക്സാണ്ടർ ചാക്കോ അത് പറഞ്ഞത് നന്നായി. ദാവീദിന്റെ പുത്രിയാണ് പരിശുദ്ധ അമ്മ. എങ്ങനെയാണ് യേശു കർത്താവ് ദാവീദിന്റെ സന്തതിയാകുന്നത്? പരിശുദ്ധ അമ്മയിലൂടെയാണ്. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ലിറ്റർജിയിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട്. ദാവീദിൻ പുത്രിയിൽ നിന്ന് ജഡമേറ്റോനെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. യാക്കോവിന്റെ പോവുസോയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതേക്കുറിച്ച് കൃത്യമായ അവബോധം ഇത് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. താത സഹോദരരിൽ ചൊരിയണമേ മോദ പനിനീരൻ നാഥ. സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനേ സ്തോത്രം. ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക.